നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. സ്വയംവര ശുഭദിന മംഗളങ്ങൾ, അനുമോദനത്തിൻ്റെ ആശംസകൾ. പ്രിയ തോഴി എന്ന് മനോഹരമായൊരു പാട്ട് ഹരിഹരൻ സംവിധാനം ചെയ്ത, KTC ആദ്യമായിട്ട് PV ഗംഗാധരൻ നിർമ്മിച്ച സുജാത എന്ന് പറഞ്ഞ നസീർ സാറിൻ്റെ സിനിമ, ജന്മനാ കാഴ്ചയില്ലാത്ത, ചിറ്റ്സോറടക്കം ഒരുപാട് സിനിമകളുടെ യേശുദാസിനെ കൊണ്ട് പാടിച്ച, എനിക്കെന്തെങ്കിലും ദൈവം കാഴ്ച തന്നാൽ ആദ്യം എനിക്ക് കാണണം എന്ന് ആഗ്രഹമുള്ളത് ആര് എന്ന് ആരോ ചോദിച്ചപ്പോൾ എനിക്ക് യേശുദാസിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ രവീന്ദ്ര ജെയിൻ സംഗീതം നൽകി മനോഹരമായ പാട്ടാണ് ഈ പറയുന്ന സ്വയംവര ശുഭദിന മംഗളങ്ങൾ. ആശാ ഭോസ്ലെ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ പ്രശസ്തയായ പിന്നണി ഗായിക മലയാളത്തിൽ ഒരു പാട്ടേ പാടിയിട്ടുള്ളൂ, എങ്കിലും മലയാളിക്ക് പ്രിയപ്പെട്ട ഗായികയായിരുന്നു അവർ. ഇന്നലെ വിട പറഞ്ഞു. ലതാ മങ്കേഷ്കറിൻ്റെ അനുജത്തിയാണെന്നറിയാമല്ലോ. ലതാ മങ്കേഷ്കറും ഒരു പാട്ടേ പാടിയിട്ടുള്ളൂ മലയാളത്തിൽ, കദളി ചെങ്കദളി, നെല്ലിലെ, സലിം ചൗധരി സംഗീതം. പല ഭാഷകളിലായി 12,000-ലധികം പാട്ടുകൾ ആശാ ഭോസ്ലെ പാടി. ഇന്ത്യയിലെ വാനമ്പാടി ലതാ മങ്കേഷ്കറിൻ്റെ സഹോദരി. കൂടെ പറഞ്ഞവരെല്ലാം പേരിനൊപ്പം അച്ഛൻ്റെ പേരുകൂടി ഉപയോഗിച്ചു. ഹൃദയനാഥ് മങ്കേഷ്കർ, ഉഷ മങ്കേഷ്കർ, മീന മങ്കേഷ്കർ എന്നൊക്കെയാണ് മറ്റ് സഹോദരിമാരുടെ പേര്. എന്നാൽ ആശ ഭർത്താവ് ഗണപത് റാവു ഭോസ്ലെയുടെ ഭോസ്ലെയാണ് പേരിനൊപ്പം ചേർത്ത് ആശാ ഭോസ്ലെ ആയത്. പ്രശസ്ത സംഗീതജ്ഞൻ ദീനാനാഥ് മങ്കേഷ്കറിൻ്റെയും ശേവന്തിൻ്റെയും മകളായി 1933 മഹാരാഷ്ട്രയിലെ ഗോറി ഗ്രാമത്തിലാണ് അവർ ജനിച്ചത്. 92-ാം വയസ്സിലാണ് ഇന്നലെ വിടവാങ്ങിയത്. 1960 ഗണപത് റാവു ഭോസ്ലെയുമായി ആശാ ഭോസ്ലെ പിരിഞ്ഞു. അന്ന് അവർക്ക് പ്രായം 27. 20 വർഷം കഴിഞ്ഞ് പ്രശസ്ത സംഗീത സംവിധായകൻ R.D. ബർമനുമായി രണ്ടാമത് വിവാഹം കഴിച്ചു. ഹേമ, വർഷ, ആനന്ദ് 3 മക്കൾ. അതിൽ വർഷ മാത്രം മരണപ്പെട്ടു പോയി. R.D. ബർമനെ വിവാഹം കഴിച്ചിട്ട് 27-ാം വയസ്സിൽ ബന്ധമൊഴിഞ്ഞ ഭോസ്ലെയുടെ പേര് അവരുടെ ജീവിതത്തിൽ അവർ വെട്ടിയില്ല എന്നുള്ളതാണ് അവരുടെ ഐഡൻറ്റിറ്റി. മരിക്കുന്നതുവരെയും ആശാ ഭോസ്ലെ തന്നെയായിരുന്നു അവർ. R.D. ബർമനല്ലേ പരാതിയില്ലായിരുന്നു. നമ്മളിത് ചിത്രീകരിക്കുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട ഗായികയുടെ ഭൗതിക ദേഹം തീ വിഴുങ്ങിക്കാണും. 12,000-ഓളം പാട്ടുകൾ നമുക്ക് ഇന്ത്യയിലെ ഗാന ആസ്വാദകർക്ക് നൽകിയ ആ അനശ്വര ഗായികയ്ക്ക് ആത്മാഞ്ജലി നേരാം. നമസ്കാരം. ഒരിക്കലും ചിന്തിക്കാത്ത കൗതുകരമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. കൗതുകമുള്ളൊരു ചോദ്യം. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പുതുതലമുറയിലെ എത്ര പേർ വായിച്ചിട്ടുണ്ടാവും? അതുപോട്ടെ, എത്ര കോൺഗ്രസ്സുകാർ ആ പുസ്തകം വായിച്ചിട്ടുണ്ടാവും? രാഹുൽ മാങ്കൂട്ടമൊന്നും ആ പുസ്തകം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി പറയുന്നു. പകർപ്പവകാശത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. പുസ്തകം ഇറങ്ങിയിട്ട് 60 വർഷമായി. വേണമെങ്കിൽ KPCCയുടെ പ്രസിദ്ധീകരണ വിഭാഗത്തിന് റീപ്രിൻ്റ് ചെയ്യാവുന്നതാണ് ഈ പുസ്തകം. അങ്ങനെ റീപ്രിൻ്റ് ചെയ്ത് കോൺഗ്രസ്സുകാർക്കെല്ലാം വായിക്കാൻ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ഉറപ്പ് പറയാം, ഗാന്ധിജിയുടെ ആത്മകഥ വായിച്ചവർക്ക് അല്ലെങ്കിൽ വായിക്കുന്നവർക്ക്, അതിന് മനസ്സിൽ ഇടം നൽകുന്നവർക്ക്, 500 രൂപ നോട്ടിലുള്ള ആ മൊട്ടത്തലേൻ്റെ അല്ലെങ്കിൽ ആ ഫക്കീറിൻ്റെ ആശയങ്ങൾ പ്രചോദനമായാൽ പിന്നെ വെട്ടിക്കാനും തട്ടിക്കാനും പറ്റിക്കാനും ഒന്നും തോന്നില്ല. അതുകൊണ്ടാണ് എല്ലാ കോൺഗ്രസ്സുകാർക്കും വായിക്കാൻ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ചൂരൽമലയിലേക്ക് ഫണ്ട് സ്വാഹ ആയില്ലേ, ഇവരെയൊക്കെ കൊണ്ട് വായിപ്പിക്കണം. അവിടുത്തെ MLA ആയ സിദ്ദിഖ്, ടി സിദ്ദിഖിനൊക്കെ ഈ പുസ്തകം വായിക്കാൻ കൊടുക്കണം.
കാണാപ്പാടെ പഠിക്കാൻ പറയണം. പിന്നെ ആരുടെയും പൈസ വെട്ടിക്കാനും തട്ടിക്കാനും ഒന്നും തോന്നില്ല. തെന്നല ബാലകൃഷ്ണ പിള്ള സാറിനെ പോലെ നിസ്വാർത്ഥ സേവനം നടത്തിപ്പോന്ന ഒരു മഹാനായ നേതാവ് KPCC പ്രസിഡൻ്റായിരുന്ന കാലത്ത് പോലും എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ കഥട്ട് നടക്കുന്നവരെ കൊണ്ട് വായിക്കാൻ അദ്ദേഹം മെനക്കെട്ടില്ല എന്നുള്ളത് അദ്ദേഹം ചെയ്തൊരു ക്രൂരതയാണെന്ന് ഞാൻ പറയും. ഞാൻ സൂര്യ TVക്കായി പ്രശസ്ത നോവലിസ്റ്റ് KR മീര പേര് മാറ്റി എഴുതിയ ചില്ലുവിളക്ക് എന്ന നീണ്ട കഥ സീരിയലാക്കുക. അക്കാലത്ത് സീരിയലുകൾക്ക് ടൈറ്റിൽ സോങ്ങുകൾ ഉള്ള കാലമാണ്. ഞാൻ പൂവച്ചൽ ഖാദർ സാറിനെ കൊണ്ട് ചില്ലുവിളക്കിന് ഒരു ടൈറ്റിൽ സോങ് എഴുതിച്ചു. ദർശൻ രാമനെ കൊണ്ട് സ്വപ്നങ്ങളെ വീണിറങ്ങൂ മോഹങ്ങളെ ഇനി ഇറങ്ങൂ എന്നുള്ള മനോഹരമായ തകലുകുട്ടാമ്പറത്തിലെ പാട്ട് ചെയ്ത ദർശൻ രാമനെ കൊണ്ട് സംഗീതം നൽകി ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് റെഡിയാക്കി. മെഡിസിന് പഠിക്കുന്ന 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുടെയും ഹൃദയബന്ധമാണ് ചില്ലുവിളക്കിൻ്റെ വിഷയം. ലെനയാണ് നായിക. തൃശ്ശൂരുകാരൻ രാജീവും എറണാകുളത്തുകാരൻ ഷാജിനുമാണ് നായകൻ. ഷാജിനെ നിങ്ങൾക്കറിയാം. അനിയത്തിപ്രാവിലെ ശാലിനി ചെയ്ത മിനിയുടെ ഏറ്റവും ഇളയ സഹോദരൻ കൊച്ചിച്ചായൻ ആയത് ഷാജിനായിരുന്നു. ഫാസിലിൻ്റെ ബന്ധു കൂടിയായ ഷാജിൻ ഫാസിലിനോടൊപ്പം സഹസംവിധായകനായി നിർമ്മാണ മേൽനോട്ടക്കാരനായി കുറച്ച് അഭിനയിച്ചു. ഒരു നാൾ ഷാജിൻ അഭിനയം അങ്ങ് നിർത്തി. എന്നിട്ട് ടിപ്പിക്കൽ മുസൽമാനായി മാറി. അകാല വാർദ്ധക്യം വന്നവനായി താടിയൊക്കെ വളർത്തി എറണാകുളം ബ്രോഡ്വേയിൽ ലെതർ ബിസിനസ് നടത്തി ഇപ്പോൾ ജീവിക്കുന്നു മാന്യമായിട്ട്. അഭിനയിപ്പിക്കാതിരിക്കാൻ എന്നോട് ചോദിക്കാൻ പാടില്ലാത്ത തുക ചോദിച്ച ആളാണ് ഷാജിൻ. ദിവസ ശമ്പളം ഒരിക്കലും ഒരു സീരിയലിൽ ആ കാലത്ത് ചോദിക്കാൻ പാടില്ലാത്ത തുകയാണ് ചോദിച്ചത്. ഞാൻ അത് സമ്മതിച്ചപ്പോൾ ഷാജിൻ പെട്ടുപോയി. വർഷങ്ങളായി എന്നെ വിളിക്കാറില്ല. എന്നാലും എൻ്റെ നല്ല സുഹൃത്താണ് ഷാജിൻ. എറണാകുളത്ത് വരുമ്പോൾ ഷാജിൻ്റെ ഷോറൂമിൽ ചെല്ലണം എന്ന് പറഞ്ഞിരുന്നു. ചെല്ലാമെന്ന് ഞാൻ ഏറ്റിരുന്നു. പക്ഷേ ഇതുവരെ പോയിട്ടില്ല. പോകണം. ഷാജിൻ എന്നെ വിളിച്ചാൽ താനിങ്ങനെ തനിക്കാക്കാനായി നരച്ച താടിയൊക്കെ വെച്ച് അകാല വാർദ്ധക്യം ബാധിച്ചവനെ പോലെ നടക്കാതെ അഭിനയിക്കാൻ വാ എന്ന് എപ്പോൾ വിളിച്ചാലും ഞാൻ പറയും. അതുകൊണ്ടാകണം ഷാജിൻ എന്നെ അങ്ങ് ഒഴിവാക്കിയത്. ഷാജിൻ വലിയ നടനൊന്നുമല്ല. പക്ഷേ അയാളുടെ മാനസികങ്ങൾ, അയാളുടെ പേഴ്സണൽ ലൈഫ് ഒക്കെ എനിക്കിഷ്ടമാണ്. നമ്മൾ പറഞ്ഞു വന്ന വിഷയം വഴിമാറിപ്പോയി. ചില്ലുവിളക്കിന് പാട്ട് ചെയ്തു വന്നപ്പോൾ നല്ല രസമുള്ള പാട്ടായി. എവിടെ ഇത് ചിത്രീകരിക്കും എന്നായി അടുത്ത ചിന്ത. സൂര്യകണ്ണൻ എന്ന് പറഞ്ഞ ക്യാമറാമാനാണ് ചില്ലുവിളക്ക് ചിത്രീകരിച്ചത്. കണ്ണൻ്റെ സഹോദരൻ ആൻഡമാൻ നിക്കോബാറിലാണ് ജോലി ചെയ്യുന്നത്. നമുക്കവിടെ ചിത്രീകരിക്കാം എന്നായി കണ്ണൻ. മണിരത്നം നിരവധി സിനിമകളുടെ പാട്ടുകൾ ചിത്രീകരിച്ച സ്ഥലമാണ്. നല്ല ഭംഗിയുള്ള ഇടമാണ്. ദിൽസയൊക്കെ പാട്ട് ചിത്രീകരിച്ച സ്ഥലമാണ്. പക്ഷെ നല്ല ചിലവ് വരും. മദ്രാസിൽ നിന്ന് കപ്പലിലും പോവാം, വിമാനത്തിലും പോവാം. ചിലവ് കുറയ്ക്കാൻ കണ്ണനും എനിക്കുമൊക്കെ കണ്ണൻ്റെ സഹോദരൻ്റെ വീട്ടിലാകാൻ താമസം എന്ന് തീരുമാനിച്ചു. അവിടെ ഷൂട്ട് ചെയ്യാനുള്ള അപ്രൂവലെല്ലാം കണ്ണൻ്റെ സഹോദരൻ വാങ്ങിത്തരും. റോഷൻ ചിറ്റൂരാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. 3.5 മിനിറ്റുള്ള പാട്ടാണ്. 6 എപ്പിസോഡിൽ ടൈറ്റിൽ സോങ് വന്നാൽ ഒരു എപ്പിസോഡിൻ്റെ കാശാകും. 3.5 വെച്ച് കൂട്ടിയാൽ മതിയല്ല 6 എപ്പിസോഡിൻ്റെ. അപ്പോൾ ഒരു എപ്പിസോഡിൻ്റെ പൈസ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. ആദ്യത്തെ 25 ഭാഗങ്ങളിൽ നമുക്ക് പാട്ടിടാം. പിന്നെ അതിന് ആൽബമായി റിലീസാക്കാം. മുടക്ക് മുതൽ ലാഭം അടക്കം തിരിച്ചു പിടിക്കാം. ഞങ്ങൾ പറന്നു. സൂര്യകണ്ണനും ഞാനും കുടുംബത്തെ കൂടെ കൊണ്ടുപോയി. കാരണം ആൻഡമാൻ നിക്കോബാർ ഇനി ഒരിക്കൽ പോയി കാണാൻ കഴിയില്ല. അതുകൊണ്ട് സിന്ധുനി മോനെയും ഞാനും കൊണ്ടുപോയി. കണ്ണൻ്റെ ഭാര്യയും മോനെയും കൂടെ കൊണ്ടുവന്നു. അത് സ്വന്തം ചിലവിലാണ് എന്നുള്ളത് അണ്ടർലൈനിട്ട് പറയണം. സുനാമി കഴിഞ്ഞ സമയമായിരുന്നു. നല്ല നീല നിറത്തിൽ ട്രാൻസ്പെറൻ്റായി കാണാമായിരുന്നു ആൻഡമാനിലെ വെള്ളം, കടലിലെ വെള്ളം. പക്ഷേ ചായ പോലെ കിടക്കുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. വലിയ വലിയ വൻമരങ്ങൾ കടലിലേക്ക് കടപുഴകി വീണ്
അതും അങ്ങനെ കിടക്കുന്നു. പക്ഷേ ആ മരങ്ങൾ കിടക്കുന്നത് ചിത്രീകരിക്കാൻ നല്ല രസമായിരുന്നു ഫ്രെയിമിൽ. പ്രിയദർശൻ്റെ കാലാപാനി കണ്ടിട്ടുള്ളവർക്കെങ്കിലും ആൻഡമാൻ ജയിലുകൾ കണ്ടിരിക്കും, ആൻഡമാൻ നിക്കോബാറിലെ ജയിലുകൾ കണ്ടിരിക്കും. ആ ജയിൽ പോയി കണ്ടു. സ്വാതന്ത്ര്യ സമര സേനാനികളെ പാർപ്പിച്ച ആൻഡമാൻ ജയിൽ, വെറും 3.5 അടി പൊക്കമുള്ള ജയിൽ മുറികൾ, എല്ലാ മുറികൾക്കും 3.5 അടിയേ പൊക്കമുള്ളൂ. തടവിലാക്കപ്പെട്ടവർക്ക് ഒരിക്കലും നിവർന്നു നിൽക്കാൻ കഴിയാതിരിക്കാനാണ് 3.5 അടി ഉയരത്തിൽ ജയിൽ പണിതത്. ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ നടുവ് വളഞ്ഞവരാകണം. അതായിരുന്നു ബ്രിട്ടീഷുകാരൻ്റെ ബുദ്ധി. ആ ജയിൽ മുറികളിലൂടെ, ആ ജയിലിലെ കോറിഡോറുകളിലൂടെ ഒറ്റയ്ക്ക് നടന്നപ്പോൾ സത്യമായും ഞാൻ വിങ്ങിപ്പോയി, കരഞ്ഞുപോയി. സത്യത്തിൽ എത്ര ത്യാഗം, എത്ര ജീവിതം ബലിയർപ്പിച്ചാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന് ഈ ആൻഡമാൻ ജയിലിലെ കോറിഡോറിലൂടെ നടന്നപ്പോൾ ഞാൻ ആലോചിച്ചു. അടുത്തിടെ പൂഞ്ഞാറിലെ ഒരു വിവരം കിട്ടവൻ പറഞ്ഞത്, സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമാണ്, ഇവിടെ ആരും ഒരു കോപ്പും ചെയ്തു തന്നിട്ടില്ല എന്നാണ്. എനിക്ക് പറയാനുള്ളത്, ഈ വിവരം കിട്ടവനെ 1 വർഷം ആൻഡമാൻ സെല്ലിലിടണം. തിരിച്ചിറങ്ങുമ്പോൾ മുഖം ആ കള്ളച്ചോറ് തിന്ന വലിയ വയറുണ്ടല്ലോ, ആ വയറിൽ തട്ടി വളഞ്ഞിരിക്കും. പിന്നെ അവൻ നൂറില്ല ജീവിതത്തിൽ. അങ്ങനെ 1 വർഷമെങ്കിലും അവനെ ഇടണമെന്നാണ് ഞാൻ പറയുന്നത്. ആൻഡമാൻ ജയിൽ കണ്ട അന്ന് ഞാൻ മാനസികമായി വല്ലാതെ തളർന്നു എന്ന് പറയണ്ടല്ലോ. ജയിലിൽ സ്വാതന്ത്ര്യ സമരത്തിനായൊക്കെ സമരം അടക്കം കാട്ടിത്തരുന്ന ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അവിടെ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് അവിടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രദർശിപ്പിക്കും. ലൈറ്റ് ആൻഡ് ഷേഡ് ഷോ. ഞാനൊഴികെ യൂണിറ്റ് മൊത്തം ആ പ്രോഗ്രാം കാണാനായിട്ട് സന്ധ്യയ്ക്ക് പോയി. പ്രോഗ്രാം കണ്ടുവന്ന സിന്ധു എന്നോട് പറഞ്ഞത്, അണ്ണൻ വരാതിരുന്നത് നന്നായി എന്നാണ്. എത്ര കഠിന ഹൃദയരായാലും കരഞ്ഞു പോവണ ആ ഷോ കണ്ടാൽ എന്നാണ് സിന്ധു എന്നോട് പറഞ്ഞത്. നമ്മൾ സത്യത്തിൽ എങ്ങനെ സ്വാതന്ത്ര്യം നേടി എന്നുള്ളതൊന്നും നമ്മൾ ഓർക്കുന്നില്ല. ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പുറത്തു വന്നിട്ട് 101 വർഷമായി. 1925 നവംബറിലാണ് നവജീവനിൽ ഈ ആത്മകഥ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. 1927 1-ാം ഭാഗവും 1929 2-ാം ഭാഗവും പുസ്തക രൂപത്തിൽ പുറത്തു വന്നു. അഹമ്മദാബാദിലെ നവജീവൻ പ്രസ്സാണ് പുസ്തകത്തിൻ്റെ പ്രസാധകർ. ഗാന്ധിജി മരിച്ച് അത് 60 വർഷം പിന്നിട്ട് 2009 ഈ പുസ്തകത്തിൻ്റെ പകർപ്പവകാശം അവസാനിച്ചു. ഇനി ആർക്ക് വേണമെങ്കിലും എടുക്കാം, ആർക്ക് വേണമെങ്കിലും പ്രസിദ്ധീകരിക്കാം. ഇംഗ്ലീഷ് മാറ്റി നിർത്തിയാൽ മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ഏറ്റവും അധികം വിറ്റുപോയത് മലയാളത്തിലാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. മലയാളമാണ് ഇന്ത്യയിലെ ഭാഷകളിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയത്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വിറ്റുപോയത് കേരളത്തിലാണ്. ഹിന്ദിയാണ് 2-ാം സ്ഥാനത്ത്. 17 ഇന്ത്യൻ ഭാഷകളിൽ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 70 ലക്ഷം കോപ്പികൾ പുറത്തു വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിൽ മാത്രം 21.1 ലക്ഷം കോപ്പി വിറ്റുപോയി. മലയാളത്തിൽ 10 ലക്ഷം കഴിഞ്ഞു. പിന്നാലെ തമിഴാണുള്ളത്. ദക്ഷിണേന്ത്യൻ ഭാഷകളിലാണ് ഗാന്ധിജിയുടെ ജീവിതകഥ കൂടുതൽ വായിക്കപ്പെടുന്നത്. ദക്ഷിണേന്ത്യയാണല്ലോ പള്ളിക്കുടത്തി പോണവരും കൂടുതലുള്ളത്. ഗാന്ധിജിയെക്കുറിച്ചും ആ ആത്മാവിൻ്റെ ആത്മകഥയെപ്പറ്റിയും ഓർമ്മിപ്പിച്ചത് ഗാന്ധിജിയുടെ ഭാര്യയായി സഹന ജീവിതം നയിച്ച് ആത്മാർപ്പണം നടത്തിയ കസ്തൂർബ ഗാന്ധിയുടെ 157ാമത്തെ ജന്മദിനമായിരുന്നു ഇന്നലെ. ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിതം ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും എന്ന്. സത്യാഗ്രഹത്തിൻ്റെ കലയും ശാസ്ത്രവും ഞാൻ അഭ്യസിച്ചത് കസ്തൂർബയിൽ നിന്നാണെന്നും മോഹൻദാസിൽ നിന്ന് മഹാത്മാഗാന്ധിയിലേക്കുള്ള പരിണാമത്തിന് താങ്ങും തണലുമായതും കസ്തൂർബയിലൂടെ ആയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
എൻ്റെ ജീവിതത്തിലെ എല്ലാ മഹത്തായ പരിവർത്തനങ്ങളിലും സ്വമനസാലെയോ അല്ലാതെയോ അവർ എന്നോടൊത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇഷ്ടമില്ലെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. പോർബന്ദറിലെ വ്യാപാരിയായിരുന്ന ഗോകുൽദാസ് നഖൻജിയുടെയും വിരാജ് ജുൻവറിൻ്റെയും മകളായി 1869 ഏപ്രിൽ 11 പോർബന്ദറിൽ കസ്തൂർബ ഗാന്ധി ജനിച്ചത്. ഏപ്രിൽ 11. അവരുടെ 7-ാം വയസ്സിൽ മോഹൻദാസുമായുള്ള വിവാഹം ഉറപ്പിച്ചിരുന്നു. ഇരുവർക്കും 13 വയസ്സായപ്പോൾ വിവാഹം നടത്തി. കസ്തൂർ കപാഡിയ എന്നാണ് യഥാർത്ഥ പേര്. ഗുജറാത്തിൽ ആദരപൂർവം ബാ ചേർത്ത് വിളിക്കും. ബാ എന്നാൽ അമ്മ എന്നാണ് അർത്ഥം. അങ്ങനെ കസ്തൂർബയായി, എല്ലാവരുടെയും അമ്മയായി. വിവാഹശേഷമാണ് കസ്തൂർബ എഴുത്തും വായനയും പഠിച്ചത്. ഗാന്ധിജിയുടെ നിരന്തരമായ പ്രേരണയാൽ അവർ തൊട്ടുകൂടായ്മയും തീണ്ടുകൂടാതെയും ഉള്ള വിശ്വാസങ്ങൾ പോലും ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ചു. ദക്ഷിണാഫ്രിക്കൻ ജയിൽവാസം പോലും കസ്തൂർബയ്ക്ക് നേരിടേണ്ടി വന്നു. അവർ 3 മാസം ദക്ഷിണാഫ്രിക്കയിൽ ജയിലിനുള്ളിലായി. സ്ത്രീകളെ കൂട്ടി സമരത്തിനിറങ്ങിയതിനാണ് ജയിലിലാക്കിയത്. അതാണ് കുറ്റം. 1915 കസ്തൂർബ ഗാന്ധിക്കൊപ്പം ഇന്ത്യയിലെത്തി. സബർമതി ആശ്രമം പണിതപ്പോൾ അവിടുത്തെ അടുക്കളയുടെ ചുമതല കസ്തൂർബ ഏറ്റെടുത്തു. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ജയിലിലായപ്പോൾ സമര പോരാളികൾക്ക് അവർ പിന്തുണ നൽകി. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പോലും തൻ്റെ അവശതകൾ മറന്നവർ പങ്കുകൊണ്ടു. ഗാന്ധി കസ്തൂർബ ദമ്പതികൾക്ക് എത്ര മക്കളെന്ന് പുതുതലമുറയോട് ചോദിച്ചാൽ പറയാൻ വഴിയില്ല. കോൺഗ്രസ്സുകാർക്ക് ഒട്ടും അറിയില്ലായിരിക്കും. 4 ആൺമക്കൾ: ഹരിലാൽ ഗാന്ധി, മണിലാൽ ഗാന്ധി, രാംദാസ് ഗാന്ധി, ദേവദാസ് ഗാന്ധി. പൂനെയിലെ അഗാഖാൻ കൊട്ടാരത്തിൽ തടവിൽ ആയിരുന്നപ്പോഴാണ് ബ്രോങ്കൈറ്റിസ് ബാധിച്ച് 1944 അവർ മരണപ്പെട്ടത്. ഇന്ത്യ സ്വതന്ത്രയാകുന്നത് കാണാൻ പോലും അവർ ഇല്ലായിരുന്നു. പാവം. ഗാന്ധിജിയുടെ മടിയിൽ കിടന്നാണ് 1944 ഫെബ്രുവരി 22 വൈകുന്നേരം കസ്തൂർബ ഗാന്ധി വിട പറഞ്ഞത്. കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനം ഏപ്രിൽ 11, ഇക്കഴിഞ്ഞ ശനിയാഴ്ച. യാദൃച്ഛികമാകാം ആറ്റൻബറോയുടെ ഗാന്ധി സിനിമയിൽ കസ്തൂർബ ഗാന്ധിയായി അഭിനയിച്ച രോഹിണി ഹത്തങ്കടിയുടെ ജന്മദിനവും ഏപ്രിൽ 11 യാദൃച്ഛികമായിരിക്കാം. പക്ഷേ കസ്തൂർബ ഗാന്ധിയായിട്ട് അഭിനയിച്ചവരുടെയും ജന്മദിനം ഏപ്രിൽ 11. 80 വർഷത്തെ അകലമുണ്ട് എന്ന് മാത്രം. കസ്തൂർബ ഗാന്ധിയുമായിട്ട് 80 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഗാന്ധി സിനിമ കണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാകും ഇതെന്ന് തോന്നിപ്പോകും വിധമാണ് രോഹിണി ഹത്തങ്കടിയുടെ പ്രകടനം. തിരുവനന്തപുരത്ത് ബാലചന്ദ്രൻ മേനോൻ സിനിമയിൽ പ്രതാപിയായി നിൽക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ 25ാമത്തെ ചിത്രം അച്ചുവേട്ടൻ്റെ വീട് എന്ന സിനിമ എടുക്കുന്നത്. ഞാനന്ന് സിനിമാ പത്രപ്രവർത്തകനാണ്. ഈ സെറ്റ് കവർ ചെയ്യാൻ ചെല്ലുമ്പോഴാണ് ക്യാമറാമാൻ രാമചന്ദ്ര ബാബു, അസിസ്റ്റൻ്റ് ക്യാമറാമാന്മാരായ അദ്ദേഹത്തിൻ്റെ അനുജൻ രവിചന്ദർ, പിന്നെ എൻ്റെ സുഹൃത്തായി മാറിയ ലാലു, നടൻ ജോബി, സഹസംവിധായകരായ ആർ ഗോപി, രാജശങ്കരാടി, വേണുഗോപാലൻ തമ്പി മുതലായവരെ ഞാൻ പരിചയപ്പെടുന്നത്. പട്ടത്തൊരു ചെറിയ വീട്ടിലായിരുന്നു ഷൂട്ടിംഗ്. അതിന് എതിർവശത്തൊരു ലോഡ്ജ് പോലെ, അങ്ങനെ രണ്ടും ചേർന്ന് നിൽക്കുന്ന ഒരിടത്താണ് ഷൂട്ടിംഗ്. അപ്പോൾ ഷൂട്ടിംഗ് കവർ ചെയ്യാൻ ചെന്നു. ഞാനും കെ ശിവകുമാറും കൂടി. മേനോനെ പരിചയപ്പെട്ടു. മേനോൻ പത്രക്കാരൻ എന്നുള്ള നിലയ്ക്ക് വളരെ വളരെ മാന്യമായി എന്നോട് പെരുമാറി. നല്ല 2 സീനിൻ്റെ കോപ്പി തരണമെന്ന് ബാലചന്ദ്ര മേനോനോട് ഞാൻ ചോദിച്ചു. അക്കാലത്ത് ഷൂട്ട് സെറ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സീനും കൂടി അതിൽ ഉൾപ്പെടുത്തും, നമ്മൾ ചെന്നപ്പോൾ ഷൂട്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട്. അതിനാണ് 2 സീൻ ചോദിച്ചത്. അദ്ദേഹം തമ്പീന്ന് നീട്ടി വിളിച്ചു. ഒരു ബൾക്കി ചെറുപ്പക്കാരൻ, നല്ല തടിച്ച കൊഴുത്ത ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു. അയാളോട് മേനോൻ കാര്യം പറഞ്ഞു. അയാൾ അകത്തേക്ക് പോയി. കുറേ നേരം കഴിഞ്ഞിട്ടും അയാളെ കാണാത്തതിനാൽ ഞാൻ അകത്തേക്ക് കയറിച്ചു. അവിടെ സെറ്റ് മുണ്ടെടുത്ത വലിയ വട്ടപ്പൊട്ട്, ജാനകിയമ്മയൊക്കെ ഇടുമ്പോഴത്തെ വലിയ വട്ടപ്പൊട്ടിട്ട കുലീനയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി.
ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി എന്ന് പറയാം. ആ മുറിയിലേക്ക് കയറി വരുന്നവരെയൊക്കെ അവർ ഈ വിധം നോക്കുന്നുണ്ട്. ഞാൻ കരുതി അത് ആ വീട്ടുടമയാകാം. കാരണം സിനിമയിലെ കയറി വരുന്നവന്മാർ വല്ലതും തപ്പുന്നൊന്നും നോക്കാനാകാം അവരവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ അടിച്ചുകൊണ്ട് പോകുമല്ലോ, കുനിഞ്ഞു നിന്നാൽ അടിച്ചുകൊണ്ട് പോകുന്ന വർഗമാണല്ലോ സിനിമയിൽ ഭൂരിപക്ഷവും. സ്ക്രിപ്റ്റ് പകർത്തി 2 സീനുകൾ ഈ പറഞ്ഞ ബൾക്കി പയ്യനുണ്ടല്ലോ വേണുഗോപാലൻ തമ്പി തരുന്നത് വരെ ഞാൻ ആ മുറിയിലിരുന്നു. പലവട്ടം ആ ഗ്രഹനാഥയുടെയും എൻ്റെയും കണ്ണുകൾ ഉടക്കി. എനിക്കൊരു കള്ളൻ്റെ ചായ ഉണ്ടോ എന്ന് അവിടെ ഇരുന്നപ്പോൾ എനിക്ക് സംശയം തോന്നി. ഇവരെന്തിനാ എന്നെ നോക്കണേ എന്നുള്ള രീതിയിൽ എനിക്ക് കള്ളൻ്റെ ലക്ഷണം ഉണ്ടോ എന്നെനിക്ക് തോന്നി. അങ്ങനെ ഒരു ആത്മപരിശോധന നടത്തി എന്നുള്ളതാണ് സത്യം. സ്ക്രിപ്റ്റിൻ്റെ കോപ്പി എടുത്തു തന്ന വേണുഗോപാലൻ തമ്പി പിന്നീട് ബാലചന്ദ്ര മേനോനെ നായകനാക്കി മിസ്റ്റർ ഡേവിഡ് എന്ന് പറഞ്ഞ സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി മാറി. വേണുഗോപാലൻ തമ്പി തൻ്റെ പേരിനെ ചുരുക്കി വേണുവിൻ്റെ വിയും ഗോപിയുടെ ജിയും എടുത്ത് വിജി തമ്പിയായി മാറി. വിജി തമ്പി ചേട്ടൻ അത് ഓർമ്മയുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. തമ്പിച്ചേട്ടൻ അങ്ങനെ വേണുഗോപാലൻ തമ്പി വിജി തമ്പിയായി മാറി. ഉച്ചയ്ക്ക് അന്ന് അവിടുന്ന് തന്നെ ഉണ്ടു. ബ്രേക്ക് പറഞ്ഞപ്പോഴാണ് മേനോനോട് കുറേ നേരം സംസാരിക്കാൻ പറ്റിയത്. രാമേന്ദ്ര ബാബുവിനോട് സംസാരിച്ചു. ഒരുപാട് നേരം സെറ്റിലിരുന്നു ഞാൻ. അങ്ങനെ ഉച്ച ഊണ് അവിടുന്ന് ഉണ്ടു. വിശ്രമം കഴിഞ്ഞ് പുതിയ സീൻ തുടങ്ങുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നടിയുണ്ടല്ലോ രോഹിണി, കുയിലിനെ തേടിയിലൊക്കെ വന്ന രോഹിണി. അപ്പോൾ രോഹിണിയുടെ അനുജത്തിയായിട്ടൊരു കുട്ടി അഭിനയിക്കുന്നുണ്ട്. 2 പേരും വലിയ ഫ്രെയിമിലുള്ള കണ്ണടയൊക്കെയാണ് വച്ചിരിക്കുന്നത്. ലൈറ്റപ്പ് എല്ലാം കഴിഞ്ഞ് റെഡി, നമുക്ക് നോക്കാം, റിഹേഴ്സൽ നോക്കാം എന്ന് പറഞ്ഞപ്പോൾ അകത്ത് വീട്ടുടമസ്ഥയായിട്ടിരുന്നല്ലോ ഒരു സ്ത്രീ. അവരിറങ്ങി വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നു ഈ രോഹിണിയുടെയും ഇളയ കുട്ടിയുടെയും കൂടെ. അത് മറ്റാരുമല്ല, കസ്തൂർബ ഗാന്ധിയായി ഗാന്ധി സിനിമയിൽ അഭിനയിച്ച രോഹിണി ഹത്തങ്കടിയാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഗാന്ധി സിനിമ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇവരെവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയത്. ചുമ്മാതല്ല ഞാനവരെ മാറി മാറി നോക്കിയത്. അപ്പോഴേക്കും ഞാൻ ഗാന്ധി സിനിമ 3 പ്രാവശ്യം കണ്ടു കഴിഞ്ഞിരുന്നു. കുലീനയായ ഒരു സ്ത്രീയായി തോന്നി അവരെ. ഗാന്ധിയിലെ പ്രകടനത്തിന് ബ്രിട്ടീഷ് അക്കാദമിയുടെ ഫിലിം അവാർഡ് നേടിയവരാണ് രോഹിണി ഹത്തങ്കടി. ഈ പുരസ്കാരം നേടിയ ഏക ഇന്ത്യൻ നടിയുമാണ് അവർ. 1955 ഏപ്രിൽ 11 പൂനെയിലാണ് രോഹിണി ഹത്തങ്കടിയുടെ ജനനം. പൂനെയിലാണല്ലോ ഇന്ത്യയിലെ പ്രധാന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. പക്ഷേ രോഹിണി ഹത്തങ്കടി ഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ NSDയിലാണ് പഠിച്ചത്. നാടകരംഗത്തായിരുന്നു അവർ കൂടുതൽ ശ്രദ്ധിച്ചത്. കഥകളിയിലും ഭരതനാട്യത്തിലും അവർ നല്ല പരിശീലനം നേടി. NSDയിൽ കൂടെ പഠിച്ച ജയദേവ് ഹത്തങ്കടിയെ 1977 അവർ വിവാഹം കഴിച്ചു. അരവിന്ദ് ദേശായിക്ക് അജീബ് ദിസ്താൻ എന്ന ചിത്രത്തിലാണ് അവർ ആദ്യമായി അഭിനയിച്ചത് 1978. അർത്ത്, പാർട്ടി, സാരാംശ്, ആഘാത് തുടങ്ങിയ ആർട്ട് മധ്യവർത്തി സിനിമകളിലായിരുന്നു അവരുടെ അഭിനയം കൂടുതലും. ഗോവിന്ദ് നിഹലാനി 1984 ചെയ്ത പാർട്ടി ഹത്തങ്കടിയുടെ മനോഹരമായ പ്രകടനമായിരുന്നു. മറാത്തി സിനിമകളിലും അവരുണ്ടായിരുന്നു. മലയാളത്തിൽ മോഹൻലാൽ നായകനായ വേണു നാഗവള്ളിയുടെ അഗ്നിദേവനിലും രോഹിണി ഹത്തങ്കടി അഭിനയിച്ചു. മുന്നാഭായ് MBBS, വസൂൽ രാജ MBBS എന്നിവയിലും അവർ വേഷമിട്ടു. മറാത്തി, ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഗുജറാത്തി സിനിമകളിൽ അവർ അഭിനയിച്ചു. ഗാന്ധി സിനിമയിൽ കസ്തൂർബ ആയതോടെ പിന്നെ തേടി വരുന്ന വേഷങ്ങൾ സ്വാഭാവിക നടിയുടേതായി മാറി. നായികയുടെയൊക്കെ വിട്ടു. അതോടെ 100-നടുത്ത് സിനിമകൾ അവർ ചെയ്തു. ടെലിവിഷൻ പരമ്പരകളിലും നാടകങ്ങളിലും ഒരുപാട് പങ്കെടുത്തു. അവർ ഫിലിംഫെയർ അവാർഡ് 2 തവണ അവർ നേടി. ഒരു ദേശീയ പുരസ്കാരവും അവർക്ക് ലഭിച്ചു. 2011 ദേശീയ ഫിലിം അവാർഡ് ജൂറി ചെയർപേഴ്സണായി. ഒരു മകൻ അസീം ഹത്തങ്കടി, മകനും നടനാണ്. ബാലചന്ദ്ര മേനോൻ്റെ 25ാമത്തെ ചിത്രമായിരുന്നു അച്ചുവേട്ടൻ്റെ വീട്.
സത്യസന്ധമായി പറയാം, ഉത്രാട രാത്രി മുതൽ അച്ചുവേട്ടൻ്റെ വീട് വരെ ഓരോ സിനിമയിലും വ്യത്യസ്തമായിരുന്നു ബാലചന്ദ്ര മേനോൻ്റെ സിനിമകൾ എന്ന് പറയാം. അതിലെ കലിക ഒഴികെ 24 സിനിമകളുടെയും കഥയും തിരക്കഥയും സംഭാഷണവും ഒക്കെ നിർവഹിച്ച് സംവിധാനം ചെയ്യുക, അതിൽ 25ഓളം സിനിമകളിൽ നായകനാകുക എന്നത് മേനോന് മാത്രം സ്വന്തമാണ്. കലിക മാത്രം മറ്റേ മോഹനചന്ദ്രൻ്റെ നോവലാണല്ലോ കേരള ശബ്ദത്തിൽ വന്നത്. ഭാഗ്യരാജ് അടക്കം ഈ ജനുസിലെ ആരും മേനോൻ്റെ റെക്കോർഡ് തകർത്തിട്ടില്ല ഇതുവരെ. അച്ചുവേട്ടൻ്റെ വീടിൻ്റെ കഥ സ്വന്തം വീട്ടിൽ നിന്നാണ് മേനോൻ കണ്ടെത്തിയത്. മേനോൻ്റെ അച്ഛൻ്റെ തീക്ഷ്ണമായ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട്. ഓരോ വീട് കാണുമ്പോഴും താൻ നിർമ്മിക്കുന്ന വീട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരിക്കുമെന്ന് അദ്ദേഹം പറയുമായിരുന്നത്രേ. പുതിയൊരു വീടിന് സ്വന്തമായൊരു പ്ലാൻ ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ച മനുഷ്യനായിരുന്നു മേനോൻ ചേട്ടൻ്റെ അച്ഛൻ. അച്ഛൻ്റെ ഏത് ഭ്രാന്തിനും അമ്മ കൂട്ടിരിക്കുമെന്നാണ് മേനോൻ സ്വന്തം അമ്മയെ വിലയിരുത്തിയിട്ടുള്ളത്. ഈ സ്വന്തം അനുഭവത്തെയാണ് അച്ചുവേട്ടൻ്റെ വീടിൻ്റെ ആദ്യ പകുതിയിൽ മേനോൻ വരച്ചു വെച്ചത്. ഗാന്ധി സിനിമയിൽ കസ്തൂർബയായി കണ്ടിട്ടുള്ള പ്രേക്ഷകരുടെ മനസ്സിൽ രോഹിണി ഹത്തങ്കടി എന്നെ പോലെ തന്നെ കൂടുകൂട്ടിയിരിക്കാം. അച്ചുവേട്ടൻ്റെ വീട്ടിലെ രുക്മിണിയാവുമ്പോൾ ഈ ഓർമ്മപ്പെടുത്തൽ വരാതിരിക്കാൻ ചെയ്യാവുന്നതൊക്കെ മേനോൻ ചെയ്തു. അവരെങ്ങനെയൊക്കെ വ്യത്യസ്തമാക്കാമോ അതൊക്കെ ചെയ്തു. മലയാളം ഡയലോഗുകൾ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ ഹത്തങ്കടി നന്നേ ക്ലേശിച്ചു. പഠിച്ചു പറയാൻ ആവുന്നില്ല എങ്കിൽ മാഡം ഒരു കാര്യം ചെയ്യൂ, ആക്ഷൻ പറയുമ്പോൾ 1 2 3 4 1 2 3 4 എന്നിങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, ഞങ്ങൾ അങ്ങനെ ഉരുവിട്ടാൽ അതിനെ വച്ച് ഡബ്ബിങ്ങിൽ ശരിയാക്കിക്കൊള്ളാമെന്ന് മേനോൻ ആശ്വസിപ്പിച്ചു. പക്ഷേ രോഹിണി ഹത്തങ്കടി അത് സമ്മതിച്ചില്ല. അവർ തൻ്റെ ഡയലോഗുകളുടെ അർത്ഥം, ഉച്ചാരണ രീതിയൊക്കെ ചോദിച്ചറിഞ്ഞ ശേഷം അവ കടലാസിൽ പകർത്തി നന്നായിട്ട് പഠിച്ചു. സ്വന്തമായി ബുദ്ധിമുട്ടി കാശുണ്ടാക്കുമ്പോഴേ അതിൻ്റെ വിലയറിയൂ. ഇത് ഈ പടത്തിൽ പറയേണ്ട ഒരു ഡയലോഗാണ്. ക്യാമറ മുന്നിൽ തെറ്റുകൂടാതെ അവർ പറഞ്ഞു. ആദ്യ ടേക്ക് തന്നെ ഓക്കെ ആക്കി. സ്വന്തമായി ബുദ്ധിമുട്ടി കാശുണ്ടാക്കുമ്പോഴേ അതിൻ്റെ വിലയറിയൂ. ഫസ്റ്റ് ടേക്കിൽ അവർ ഓക്കെ ആക്കി. സെറ്റിലുള്ളവർ മുഴുവൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. നെടുപിടി വേണുമായിരുന്നല്ലോ അവരുടെ ഭർത്താവട്ടം അഭിനയിച്ച്. വേണുചേട്ടൻ്റെ നിന്ന് ഓരോരോ അക്ഷരങ്ങളായി എഴുതി പഠിച്ച് സ്വന്തം പേര് മലയാളത്തിൽ എഴുതി ആട്ടോഗ്രാഫ് ഒപ്പിട്ട് നൽകി അവർ സെറ്റിനെ ആകെ അതിശയിപ്പിച്ചു. മലയാളത്തിൽ എഴുതി അവർ രോഹിണി ഹത്തങ്കടിയിൽ. നെടുപിടി വേണുവാണല്ലോ അച്ചുവേട്ടനായത്. അച്ചുവേട്ടൻ സ്വന്തം വീട് പൂർത്തിയാക്കാനാകാതെ മരിക്കുന്ന സീനുണ്ട് ആ പടത്തിൽ. നെടുപിടി ഒന്ന് പതറി. കാരണം ആ സമയത്ത് വട്ടിയൂർക്കാവിനടുത്ത് തിട്ടമംഗലത്ത് നെടുപിടി വേണു തമ്പ് എന്ന് പേരിട്ട് വീട് വയ്ക്കുന്ന സമയമായിരുന്നു. ആ വീടും നിർമ്മാണം പകുതി ദിശയിലാണ്. അറം പറ്റുമോ എന്നൊരാശങ്ക നെടുപിടി വേണുവിന്. സിനിമ ഇറങ്ങി 25 വർഷം കഴിഞ്ഞാലും വേണുവിന് ഒരു ചുക്ക് സംഭവിക്കില്ല എന്ന് മേനോൻ തറപ്പിച്ച് പറഞ്ഞു. അച്ചുവേട്ടൻ്റെ അമ്മയായത് ആറന്മുള പൊന്നമ്മ അമ്മയായിരുന്നു. അച്ചുവേട്ടൻ മരിച്ചതറിഞ്ഞ് ബാലചന്ദ്ര മേനോൻ അവതരിപ്പിക്കുന്ന വിപിൻ എന്ന കഥാപാത്രം ആ വീട്ടിലേക്ക് കയറി വരുന്നൊരു സീനുണ്ട്. പോയല്ലോ മക്കളെ, എൻ്റെ അച്ചു പോയല്ലോ എന്ന് വിലപിക്കുന്ന സീനിൽ ആറന്മുള പൊന്നമ്മ പ്രേക്ഷകരെ നന്നായി നോവിച്ചു. മേനോനെ നോക്കി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നതാണ് പോയല്ലോ മക്കളെ. പക്ഷേ ആറന്മുള പൊന്നമ്മ അമ്മയുടെ സ്വകാര്യ ജീവിതത്തിൽ ഈ സിനിമ കഴിഞ്ഞപ്പോൾ ഒരു ദുരന്തം നടന്നു. അവരുടെ ഏക മകനായ ഡോക്ടർ രാജശേഖരൻ നനച്ചിരിക്കാതെ മരിച്ചു. ഡോക്ടർ രാജശേഖരൻ ആരെന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാവും. നമ്മുടെ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയുടെ അച്ഛൻ. അച്ചുവേട്ടനെ കാണാൻ സിനിമയിൽ വിപിൻ വരുന്നത് പോലെ ഡോക്ടർ രാജശേഖരനെ അവസാനമായി ഒന്ന് കാണാൻ ബാലചന്ദ്ര മേനോൻ ഈ എന്താ പറയുക കുതിരലായത്തിനടുത്തുള്ള ആ വീട്ടിലേക്ക് കയറി ചെന്നു. മേനോനെ കണ്ട ആറന്മുള പൊന്നമാമ ഹൃദയം നിറങ്ങുന്ന ഒരു ചോദ്യം ചോദിച്ചു. ഇതിനാണോ കുഞ്ഞെ എന്നെ കൊണ്ട് പടത്തിൽ ഇങ്ങനെ അഭിനയിപ്പിച്ചത്? നമ്മൾ അന്തം വിട്ടു പോകില്ല അങ്ങനെ ചോദിക്കുമ്പോൾ. ഇതിനാണോ കുഞ്ഞെ എന്നെ കൊണ്ട് പടത്തിൽ ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയാൻ പറ്റും മേനോന്? പൊന്നമാമയെ ഓർക്കുമ്പോഴൊക്കെ ആ ദീനവിലാപം
എൻ്റെ ജീവിതത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുവെന്ന് ബാലചന്ദ്ര മേനോൻ തന്നെ പിന്നീട് പറയുകയുണ്ടായി. അച്ചുവേട്ടൻ്റെ വീട്ടിലെ രുക്മിണിയുടെ വർക്ക് കഴിഞ്ഞു. അവർ ബോംബെക്ക് പറക്കാൻ റെഡിയായി. മേനോൻ്റെ അടുത്ത് യാത്ര ചോദിക്കാനായി വന്നു. മേനോന് നല്ലൊരു ഷേക്ക് ഹാൻഡ് കൊടുത്തു. ഒപ്പം അവർ മേനോനെ നോക്കി കുറേ മലയാളം വാക്കുകൾ അടർത്തിയിട്ടു. എന്നിട്ട് അവർ കാറ് കയറി ഇങ്ങ് പോയി. എല്ലാം മലയാളത്തിലെ മനോഹരമായ തെറി വാക്കുകളായിരുന്നു, ചീത്തവിളിയായിരുന്നു. മേനോനൊന്ന് വിളറി. എന്ത് പറയണം എന്നറിയാതെ മേനോൻ ചേട്ടൻ നിന്നുപോയി. ഹത്തങ്കടി ബോംബെയിൽ നിന്നും പിന്നെ എപ്പോഴും മേനോനെ വിളിച്ചപ്പോൾ അത് തെറി അഭിഷേകമായിരുന്നു എന്ന് മേനോൻ പറയുമ്പോഴാണ് അവരറിയുന്നത്. മലയാളം അറിയാത്ത രോഹിണി ഹത്തങ്കടിയുടെ മുന്നിൽ വെച്ച് സെറ്റിലെ ആരൊക്കെയോ മുട്ടൻ തെറികൾ വിളിക്കുക പതിവായിരുന്നു. അതൊക്കെ ഹത്തങ്കടി ഹൃദയസ്ഥമാക്കി. അർത്ഥം അറിയില്ലല്ലോ, അവന്മാരങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചതിനെയൊക്കെ അവർ പഠിച്ചു വെച്ചു. മടങ്ങാൻ നേരം താൻ മലയാളം നന്നായി പഠിച്ചു എന്ന് ബാലചന്ദ്ര മേനോനെ ബോധ്യപ്പെടുത്താൻ പഠിച്ച ഈ വാക്കുകൾ മുഴുവൻ വച്ച് കാച്ചിയതാണ് പാവം. മേനോൻ തന്നെ വിളിച്ച തെറികളുടെ അർത്ഥം വിശദീകരിച്ചു കൊടുത്തപ്പോൾ രോഹിണി ഹത്തങ്കടി പൊട്ടി ചിരിച്ചു. നമ്മുടെ ആർ സുകുമാരൻ സംവിധാനം ചെയ്ത പാദമുദ്രയിൽ അമ്പലമില്ലാതെ ആൽത്തിറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ എന്ന് പറഞ്ഞ മനോഹരമായ കൊടപ്പനൊന്ന് ഹരി എഴുതി വിദ്യാരമാഷ് സംഗീതം നൽകി യേശുദാസ് പാടിയ ഒരു ഭജനപ്പാട്ടുണ്ടല്ലോ. അതുപോലെ അച്ചുവേട്ടൻ്റെ വീട്ടിലും ഒരു സന്ധ്യാനാമം പോലെ ഒരു പാട്ടുണ്ട്. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മർ തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം. അതിൻ്റെ ഇടയിൽ മനോഹരമായ സന്ധ്യാനാമം പോലെ അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ എന്നുള്ളൊരു കോറസ് ഉണ്ടല്ലോ. ഈ ഗാനം ശ്രദ്ധേയമായി പാദമുദ്രയിലെ പാട്ട് പോലെ തന്നെ രമേശൻ നായർ എഴുതിയ വരികളായിരുന്നു. ബാലചന്ദ്ര മേനോൻ്റെ ആദ്യ ചിത്രം ഉത്രടരാത്രിക്ക് വിളക്ക് കൊളുത്തിയ ഗാനഗന്ധർവൻ തൻ്റെ 25ാമത്തെ ചിത്രത്തിനും വരണമെന്ന് മേനോന് വാശിയുണ്ടായിരുന്നു. കാര്യം പറഞ്ഞപ്പോൾ ഇല്ലാത്ത സമയമുണ്ടാക്കി അദ്ദേഹം മദ്രാസിൽ നിന്നും പറന്ന് തിരുവനന്തപുരത്തെത്തി തരങ്കണി സ്റ്റുഡിയോയിൽ വന്നാണ് ഈ പാട്ട് പാടിയത്. ഗാന്ധിജിയിൽ തുടങ്ങി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ കസ്തൂർബ ഗാന്ധിയിലൂടെ യേശുദാസിൽ വന്നു നിൽക്കുന്നു ഇന്നത്തെ സ്റ്റോറി. രോഹിണി ഹത്തങ്കടിയെക്കുറിച്ച് കസ്തൂർബ ഗാന്ധിയും രോഹിണി ഹത്തങ്കടി ഏപ്രിൽ 11 ജനിച്ചവരാണ് എന്നുള്ളതിൽ നിന്നാണ് ഇങ്ങനെ ഒരു സ്റ്റോറി ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. ചെറുതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഒരുപാട് നല്ല സിനിമകളിൽ അഭിനയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിജിക്കും കസ്തൂർബ ഗാന്ധിക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.